അപ്പൊ ഇന്ന് നമ്മുടെ 7 മാസക്കാരന് നമ്മുടെ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോ 7 മാസം ഗർഭിണിയെന്ന് ഈ ഉമ്മ മുഹമ്മദ് സെയ്ദാൻ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ 7 മാസമായി. അതായത് അന്ന് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ ആരൊക്കെയോ കൂടി നമ്മുടെ ഈ പെങ്ങളുട്ടിനെ വൈത്തിരി ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് കുറച്ച് പ്രസിഡന്റൊക്കെ കൂടി പ്രശ്നമായപ്പോൾ നമ്മുടെ മിംസിലെത്തിച്ച് 1.5 മാസം പോലെ അവിടെ നിന്ന് 8ാം മാസം നമ്മുടെ ജയാനെ പ്രസവിച്ചു. 1.5 മാസം പോലെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോൾ അവർ വാടക വീട്ടിലായിരുന്നു. കാരണം ആ പെങ്ങൾ പറഞ്ഞത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഭാഗ്യമാണ്. അപ്പോൾ ഈ നാളെ ഇവർക്ക് എല്ലാ സൗഭാഗ്യം പടച്ചം കൊടുക്കട്ടെ. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കണ്ണൂർ പാനൂരുള്ള 21ാം വാർഡിലെ കരീംക അവിടുത്തെ കൗൺസിലറാണ്, ബഹുമാനപ്പെട്ട അവിടുത്തെ ചെയർമാനാണ്, നമ്മുടെ അവിടുത്തെ കുമാരേട്ടനാണ്. ഇവരെല്ലാവരും കൂടി നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് എൻ്റെ വീട്ടിൽ ഓടി വന്നിരുന്നു പാങ്ങിൽ കണ്ണൂരിൽ നിന്ന്. മാനുക്ക നിങ്ങൾ സ്ഥലം സൗകര്യം ചെയ്യുമെങ്കിൽ ഒരു വീട് ഞങ്ങളെ വകാന്നും പറഞ്ഞിട്ട് അത് തീർത്തും അർഹതപ്പെട്ട അവകാശം കൊടുക്കണം എന്നുള്ള നിർദ്ദേശം. ഏതായാലും അവർ ആ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിച്ചെന്ന് നമ്മുടെ മുഹമ്മദ് ജയാന് ആ വീട്ടിലേക്ക് ഇനി താമസിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത മാസം അതിന്റെ താക്കോൽ കൊടുക്കലിന് കണ്ണൂർ വെച്ച് നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ MP ഷാഫി പറമ്പിൽ സാറിന്റെ നേതൃത്വത്തിൽ നടക്കാൻ കരീംക്ക് ചെയർമാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ എന്തിന്റെ കുട്ടിയുടെ പേര് മുഹമ്മദ് ബാസിത്ത് നമ്മളെ ജയാന്റെ ഏട്ടനാണ്. ജയാനും മുഹമ്മദ് ബാസിത്തിനോട് വാക്ക് പറയുന്നുണ്ട്, മാനുക്ക ഞങ്ങൾ വളർന്ന് വലുതായി നല്ല പഠിച്ച് ഞാനും ഇതേമാതിരി പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നു. 1000 വീട് കൊടുക്കണം എന്ന് അവന്റെ ആഗ്രഹം. എന്റെ അതേമാതിരിയുള്ള ആഗ്രഹം അല്ലേ. 1000 2000 കൊടുക്കണം അല്ലേ. അതിന് നല്ല പഠിച്ച് വലിയ ആളാവണം. എന്നിട്ട് എന്റെ കുട്ടി വിഷമിക്കുന്ന അവിടെ കൊടുക്കുന്നതിൽ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാൻ പാടില്ല. മനുഷ്യനാണോ ഓലെ സഹായിക്കൂലേ. അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളെ പാനൂരുള്ള കൂടപ്പറപ്പുകൾക്ക് പ്രാർത്ഥിക്കണം. പാനൂര് 21ാം വാർഡ് കമ്മിറ്റി അതായത് അത്ഭുതമാണ് പോലെ പ്രവർത്തനം. ആ ക്യാഷൊക്കെ വീടിന് പണിക്കുള്ള ക്യാഷൊക്കെ ഫുൾ കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് താക്കോല് കൊടുക്കണം. വേറെ ഒന്നും പറയില്ല. അത് സ്വന്തമല്ലട്ട മറ്റൊരു സന്തോഷം കൊണ്ടിട്ട് ഇവരെ ഭർത്താവിന് ഈ വെരിക്കോസ് വൈനും ഇതൊക്കെ പറഞ്ഞുള്ള 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അപ്പൊ ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ കരീം ഖാനോട് ഞാനൊരു സങ്കടം പറഞ്ഞു, അവർക്കൊരു ജീവിക്കാനൊരു മാർഗം കൂടി കരീം ഖാൻ ഉണ്ടാക്കി കൊടുക്കലാണപ്പോൾ തീർച്ചയായിട്ടും മോനോന്നും പറഞ്ഞിട്ടുള്ള അവർക്കൊരു പെട്ടിക്കട. കാരണം ഇവരൊക്കെ ആദ്യത്തെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പെട്ടിക്കട കരീം കെട്ടരാനും ഞങ്ങളെ കൽപ്പഞ്ചേരിയുള്ള സുൽഫിയാറിന് സഹോദരന്റെ വക അതിക്ക് സാധനങ്ങളും. അപ്പൊ 2 കൂട്ടർപാട് കരീം കിട്ടി ഏതായാലും വീട് കൊടുക്കുകയാണ്. അതിക്കൊരു ജീവിതമാർഗം കൂടി ഇല്ലേ. അപ്പൊ ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയർമാന് സത്യത്തില് നടക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ. എന്നിട്ടും ഈ പുണ്യപ്പെട്ട പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ വന്ന അദ്ദേഹത്തിന് സല്യൂട്ടടിക്കണം. ഇനി ഞങ്ങൾ കരീം ഖാന് കുമാരേട്ടനാണ് നന്ദി അറിയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നത് അഭിമാനമാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജനപ്രതിനിധികൾ. കാരണം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് അവർ നല്ല മനുഷ്യനെന്ന് പറയാം. അല്ലാതെ കുറെ സമ്പാദിച്ചു കൂട്ടി വലിയ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ അലാക്കിന്റെ വീടും കൊട്ടാരം കെട്ടിയിട്ട് അതിൽ താമസിച്ചിട്ടൊന്നും നമുക്കുള്ള ജീവിതത്തിൽ ഒരു സന്തോഷം ആസ്വദിക്കില്ല അല്ലേ. സന്തോഷം കിട്ടുന്ന കാര്യം മറ്റുള്ളവരുടെ വിശപ്പെങ്കിലും ഒരു നേരം മാറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന സുഖം 1000 കോടി ബാങ്കുകളിൽ കിട്ടാത്തൊരു സന്തോഷം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിപ്പോ നമുക്കറിയാം അതിന്റെ സന്തോഷം, അത് കൊടുക്കുന്നവർക്കൊക്കെ അറിയാം അല്ലേ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ വീട് പണി ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ വെച്ചിട്ട് കരീം ഖാൻ 2 വാക്ക് അവിടെ ഇരുന്നാ മതി. കണ്ണൂര് നമ്മളെ വാർഡിൽ വെച്ച് തന്നെയാണ് നമ്മളെ താക്കോൽദാനം നടത്തുക. ബഹുമാന്യനായ നമ്മുടെ MP ഷാഫി പറമ്പിൽ ആ ചടങ്ങിൽ എന്ത് തന്നെയായാലും എത്തുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡേറ്റ് അടുത്ത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ അത് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കും. അപ്പോൾ നല്ലൊരു കാര്യമാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ടാണ്, എൻ്റെ വാർഡിലെ മുഴുവൻ ജനങ്ങളും എൻ്റെ സുഹൃത്തുക്കളും സഹകരിച്ചുകൊണ്ടാണ് ഈ മഹത്തായ ഈ വീട് പണി ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായും ഒരു സന്തോഷ നിമിഷമാണ്. അവനായ ചെയർമാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത്. ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഇത് കാണണം, ഈ വീട് കാണണം, നിങ്ങളെയൊക്കെ കാണണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കൂടെ ഇവിടെ എത്തിയത്. ഇത് തന്നെയായാലും നല്ലൊരു ചടങ്ങായി ഞാൻ ഇതിനെ കാണുന്നു. പ്രിയപ്പെട്ട സെലീനക്ക് എന്ത് തന്നെയായാലും ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഞങ്ങളുടെ ഈ വീട് അവർക്ക് ഉണ്ടാകും. അതിന്റെ പുറമെ മാനുക്ക് പറഞ്ഞ ആ ചെറിയ ജീവിതമാർഗത്തിനുള്ള ഒരു വഴിയും കൂടി ഞങ്ങൾ തെളിയിക്കും വെട്ടി ഉണ്ടാക്കുമെന്ന് അറിയിക്കുക. എന്താ മോളെ പറയുള്ളത്? ഞാൻ സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്.
മറക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ, താങ്ക്സ്. രഘുമാരേട്ടാ, 2 വാക്ക്. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം 3ാമത്തെ ദിവസം വന്ന് കരിമുക്ക എന്നോട് ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയിൽ വരണമെന്ന് ആവശ്യപ്പെട്ടത്. എന്താ കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ ദുരിതബാധിതർക്ക് കുറച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം വേണം, അത് നല്ലതെന്ന്. ഞാൻ അവിടെ സാധനങ്ങൾ കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല കാര്യം അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ചെറിയ കൊച്ചു വീടുണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന്. അപ്പോൾ അന്ന് അവിടെ കൂടിയിരുന്നവരൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ്. പക്ഷേ കരിമുക്ക എനിക്കൊരു താഴ്താണ്, എന്നാൽ 5 ദിവസം സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് മാൽപ്പാനെ ബന്ധപ്പെടുന്നതും മാൽപ്പാൻ നമ്പറുമായി കരിമുക്കാർക്ക് നൽകുന്നതും. അതോടുകൂടി നിരന്തരമുള്ള വർക്കോട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന വീടും ഈ സൗകര്യങ്ങളും കാണാനും എല്ലാവരും പരിചയപ്പെടാനും സാധിക്കും. പരിചയപ്പെടുന്നതല്ല, പിന്നെ ഒരു കുടുംബമായി രക്തബന്ധങ്ങളുമായിരിക്കാട്ടും അപ്പുറമായി അല്ലേ? അതാണ് സത്യം. എക്സിലോട്ട് ഞാൻ നിങ്ങളോട് സംസാരിപ്പിക്കില്ല, നിങ്ങൾ ഇതിലിതാ. എന്തായാലും ഞങ്ങൾ ചെയർമാനും ഞങ്ങളെ കരിമുക്കാക്കും ഇതിനെ സഹായിച്ച കുമാരാട്ടനടക്കം മൊത്തം ഞങ്ങളെ കണ്ണൂർ പാനൂരുള്ള 11ാം വാർഡിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാല്ല ഞങ്ങളെ കുഞ്ഞുട്ടിയാക്കിയും അവലുകുട്ടിയാക്കിയും ഞങ്ങളെ അബ്ബാസ്ക മങ്കട എല്ലാവരും വന്നിട്ടുണ്ട്. ഇൻഷാല്ല ഏതായാലും അടുത്ത മാസം ഇൻഷാല്ല ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ച് എല്ലാവർക്കും താക്കോല് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതേമാതിരി ഇതിന് കിണർ 3 ടീമാണ് ഞങ്ങൾക്ക് ഇതിൽ കിണർ ആവശ്യമുള്ളത്. ഒന്ന് നമ്മുടെ 2 കിണർ ബിസിനസ് വേ കുറ്റിപ്പുറം, അതേമാതിരി നമ്മുടെ അനനല്ലൂരുള്ള ഉബൈദിക്ക എന്ന് പറഞ്ഞ ജിദ്ദയിലുള്ള ആള്, പിന്നെ നമ്മുടെ SYS സാന്ത്വനം 4ാമത്തെ കിണർ കളച്ചരെന്ന് തീരുമാനമായി. അവർ ടാങ്കും എല്ലാം കെട്ടാനും, പിന്നെ അബഹിയിലുള്ള ഞങ്ങളെ സത്താർക്ക ഡോക്ടർ ബിനുകുമാർ, ഡോക്ടർ അബ്ദുൽ ഖാദർ എന്ന മനുഷ്യസ്നേഹങ്ങളുടെ നേതൃത്വത്തിൽ ഈ വീടിനുള്ള ഇതിലേക്കുള്ള ടാങ്ക് കെട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടി.